മാത്തമാറ്റിക്സ് ഏറ്റവും ഈസി സബ്ജക്റ്റാണ്. അത് നമ്മൾ കഷ്ടപ്പെട്ടല്ല പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഹായ് സ്റ്റുഡൻസ്, നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്നാണ്, രണ്ടാംകൃതി സമവാക്യങ്ങൾ. ഇതിൻ്റെ ഉള്ളിലെ സെക്കൻഡ് ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത്. സെക്കൻഡ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്ക്വയർ കംപ്ലീഷൻ. എങ്ങനെയാണ് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത് എന്നാണ് ഈ ടോപ്പിക്കിൽ പറയുന്നത്. അതിനു മുമ്പ് ഫസ്റ്റ് ടോപ്പിക്കിൽ എന്താ, കംപ്ലീറ്റഡ് ആയിട്ടുള്ള സ്ക്വയറിനെയാണ് നമുക്ക് തന്നിരുന്നത് അല്ലേ. ഫോർ എക്സാമ്പിൾ x+10 ഹോൾ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു 100. ഇത് സ്ക്വയർ കംപ്ലീറ്റഡ് ആണ്. a+b ഹോൾ സ്ക്വയറിനോ അല്ലെങ്കിൽ a-b ഹോൾ സ്ക്വയറിനോ കംപ്ലീറ്റഡ് ആയിട്ടുള്ള സ്ക്വയർ തന്നാൽ രണ്ട് വാല്യൂസ് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതെങ്ങനെയാണ് സാധിച്ചത്? x+2 ദാറ്റ് ഇസ് ഈക്വൽ ടു √100, അതായത് ±√100. ഇനി x+2 ദാറ്റ് ഇസ് ഈക്വൽ ടു ±10. അപ്പോൾ x+2 ദാറ്റ് ഇസ് ഈക്വൽ ടു 10, x+2 ദാറ്റ് ഇസ് ഈക്വൽ ടു -10. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിന് രണ്ട് വാല്യൂസ് ഉണ്ടായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ ഒരു വാല്യൂ ഇതും സെക്കൻഡ് വാല്യൂ ഇതുമാണ്. ഇനി x ഈക്വൽ ടു 10 - 2, അതായത് x ഈക്വൽ ടു 8. ഇവിടെയാണെങ്കിലോ x ഈക്വൽ ടു -10 - 2, അതായത് x ഈക്വൽ ടു -12. നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടി. ഇനി നമുക്ക് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യണം. ഇത് ഫസ്റ്റ് ടോപ്പിക്കിൽ ഓൾറെഡി കംപ്ലീറ്റഡ് ആയിട്ടുള്ള സ്ക്വയർ തന്നാൽ നമുക്ക് എളുപ്പമാണ് ചെയ്യാൻ. അപ്പോൾ ഇനി നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ തന്നാൽ, രണ്ടാംകൃതി സമവാക്യം തന്നാൽ, അതിനെ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചാൽ ഇതുപോലെ എളുപ്പം ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, x² + 2x ദാറ്റ് ഇസ് ഈക്വൽ ടു 99. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. നമുക്ക് ഇക്വേഷൻ്റെ ഫോം എന്താണ്? ax² + bx + c ദാറ്റ് ഇസ് ഈക്വൽ ടു 0. ഇതാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം. അപ്പോൾ ഈ ഫോമിലേക്ക് ഇതിനെ എത്തിച്ചാൽ x² + 2x - 99 ദാറ്റ് ഇസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, കേട്ടോ, ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൊല്യൂഷനും എടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ചെയ്ത് സൊല്യൂഷൻ എടുക്കാൻ എളുപ്പം സാധിക്കും. ഞാൻ നേരത്തെ പോലെ തന്നെ x² + 2x ദാറ്റ് ഇസ് ഈക്വൽ ടു 99 ഈ ഫോമിലേക്ക് തന്നെ അതിനെ കൺവേർട്ട് ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം ആണെങ്കിൽ ഈ സെക്കൻഡ് ടേമിൻ്റെ എക്സിൻ്റെ കോയഫിഷ്യൻ്റ് എന്താണ്? 2 ആണ്. ഈ കോയഫിഷ്യൻറ്റിൻ്റെ ഹാഫ് എടുത്തിട്ട് അതിൻ്റെ സ്ക്വയർ LHSലും RHSലും ആഡ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ x² + ഇതാണ് എക്സിൻ്റെ കോയഫിഷ്യൻ്റ് 2 ആണ്. 2ൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 1 ആണ്. 1ൻ്റെ സ്ക്വയർ 1 തന്നെയാണ്. അപ്പോൾ 2x + 1 ഞാനിവിടെ ആഡ് ചെയ്യുന്നു, 99 + 1 ആഡ് ചെയ്യാണ്. അതായത് x+1 ഹോൾ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു 100. അതായത് x+1 ദാറ്റ് ഇസ് ഈക്വൽ ടു ±√100. അതായത് x+1 ദാറ്റ് ഇസ് ഈക്വൽ ടു ±10. അതായത് x+1 ദാറ്റ് ഇസ് ഈക്വൽ ടു +10ഉം x+1 ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് -10ഉം കിട്ടി. അതായത് x ഈക്വൽ ടു 10 - 1, അപ്പോൾ x ഈക്വൽ ടു 9 ഒരു സൊല്യൂഷൻ. x ദാറ്റ് ഇസ് ഈക്വൽ ടു -10 - 1, അപ്പോൾ x ഈക്വൽ ടു -11. അപ്പോൾ രണ്ട് സൊല്യൂഷൻസ് കിട്ടി. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് രണ്ട് സൊല്യൂഷൻ ഉണ്ട്. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ചെയ്തപ്പോൾ നമുക്ക് എളുപ്പം ആൻസറിലേക്ക് ഇവിടെ എത്താൻ സാധിച്ചു. അപ്പോൾ ഈ എക്സസൈസിൽ ഈ പ്രാക്ടീസ് പ്രോബ്ലംസ് മുഴുവൻ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നേരിട്ട് എക്സസൈസിലേക്ക് കടക്കാം. ഓക്കെ, 1 ആഡഡ് ടു ദ പ്രോഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ഗീവ്സ് 289. വാട്ട് ആർ ദ നമ്പേഴ്സ്? അപ്പോൾ നമുക്ക് എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണേ, 2 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 2 ഈവൻ നമ്പേഴ്സ്. അപ്പോൾ ഫസ്റ്റ് ഈവൻ നമ്പർ, അപ്പോൾ ഞാൻ എഴുതാണ്, ഫസ്റ്റ് ഈവൻ നമ്പർ x ആണ്. അപ്പോൾ നെക്സ്റ്റ് ഈവൻ നമ്പർ ആണെങ്കിലോ, നെക്സ്റ്റ് ഈവൻ നമ്പർ x+2 ആണ്. എന്താ കാരണം? ഇപ്പോൾ 2, 4, 6 ഇങ്ങനെയാണ് ഈവൻ നമ്പേഴ്സ് പോകുന്നത്. ഇപ്പോൾ 2 ആണ് നമ്മൾ എടുത്തെങ്കിൽ പിന്നെ 3 കഴിഞ്ഞ് 4, 2ൻ്റെ ഡിഫറൻസിലാണ്. ഈവൻ ആണെങ്കിലും ഓഡ് ആണെങ്കിലും, ഇപ്പോൾ 2 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ആണെങ്കിലും നമുക്ക് x+2 എടുക്കാം. ഇത് രണ്ടിൻ്റെയും പ്രോഡക്റ്റിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ 289 കിട്ടും. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണേ. അപ്പോൾ x × x+2 + 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 289. ഞാൻ ഇതിനെ കണ്ടോ ഇക്വേഷനായി. ഇനി ഇതിനെ ഭംഗിയാക്കി സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആക്കുകയാണ്. അപ്പോൾ x × x² ഇവിടെ 2x + 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 289. 2
കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 1 ഇവിടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ 288 വന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കൂ, ഇത് സ്റ്റാൻഡേർഡ് ഫോമാണ്. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ചെയ്യാം. അപ്പോൾ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 2 ആണ്, 2ൻ്റെ ഹാഫ് 1 ആണ്, 1ൻ്റെ സ്ക്വയർ 1. അത് LHSലും RHSലും ഒരുപോലെ ആഡ് ചെയ്യണം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 289 ആഡ് ചെയ്തു. 288ൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് 289. അപ്പോൾ ഇതെന്തായി മാറി? എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 289. അതായത് എക്സ് പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 289. അതായത് എക്സ് പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 17. 289ൻ്റെ റൂട്ട് എന്താണ്? 17. അപ്പോൾ 2 റൂട്ടായി. പ്ലസ് വാല്യൂ ഇട്ടാൽ ഒരെണ്ണം, മൈനസ് വാല്യൂ ഇട്ടാൽ അടുത്ത റൂട്ട്. എക്സ് പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 17 ആൻഡ് എക്സ് പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 17. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 17 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 16 ഒരു വാല്യൂ. ഇനി ഇവിടെ നോക്കൂ, എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 17 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 18 മറ്റൊരു വാല്യൂ. അപ്പോൾ നമുക്ക് 2 വാല്യൂസ് കിട്ടി അല്ലേ? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്, അതിൻ്റെ സൊല്യൂഷൻ 2 എണ്ണം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ, 9 ആഡഡ് ടു ദ പ്രോഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 6 ഗീവ്സ് 729. വാട്ട് ആർ ദ നമ്പേഴ്സ്? അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 6ൻ്റെ മൾട്ടിപ്പിൾസ്. ഇപ്പോൾ 6ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലെങ്കിൽ ഈവൻ അല്ലെങ്കിൽ 5ൻ്റെ മൾട്ടിപ്പിൾസ് എന്നെല്ലാം പറഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ലെറ്റ് എക്സ് ബി. കണ്ടോ, 6ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മൾട്ടിപ്പിൾ എന്താ എടുക്കാം? എക്സ് എടുക്കാം. ഇനി 5ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ 5x എടുക്കുക, അല്ല എക്സിൻ്റെ കൂടെ 5 ആഡ് ചെയ്യുക. 6ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാലോ എക്സിൻ്റെ കൂടെ 6 ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തിൻ്റെ മൾട്ടിപ്പിൾ ആണോ അല്ലെങ്കിൽ ഈവൻ നമ്പർ ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 2ൻ്റെ ഡിഫറൻസ് ആവുന്നത്. അപ്പോൾ 2 ആഡ് ചെയ്യുക. അപ്പോൾ നമ്മളോട് പറയാം എക്സ് കഴിഞ്ഞു 10ൻ്റെ മൾട്ടിപ്പിൾ ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ 10 എക്സിൻ്റെ കൂടെ എന്ത് ചെയ്യണം? 10 ആഡ് ചെയ്യണം. അപ്പോൾ അതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് എക്സ് എന്ന് പറയുന്നത് എക്സിൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി നെക്സ്റ്റ് നമ്പർ നെക്സ്റ്റ് കോൺസിക്യൂട്ടീവ് ടേം. അപ്പോൾ നമുക്കറിയാം, നോക്കൂ, ഇത് 6 ആണെങ്കിൽ ഇത് 12 ആണ്, പിന്നെ 18 ആണ്. ഇതാണ് 6ൻ്റെ മൾട്ടിപ്പിൾസ് വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞിട്ട് എക്സ് പ്ലസ് 6 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ മൾട്ടിപ്പിളിൻ്റെ കൂടെ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു 9 ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന 729 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 6 പ്ലസ് 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 729. ഇതിനെ ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 729. ഈ 9 ഇവിടേക്ക് കൊണ്ടുവരിക. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 6x ദാറ്റ് ഈസ് ഈക്വൽ ടു 720. കാരണം 9 ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് പോയാൽ 720 ആൻസർ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ കണ്ട് വാല്യൂസ് ഫൈൻഡ് ചെയ്യാം. എങ്ങനെയാണ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? 6 ആണ്. 6ൻ്റെ ഹാഫ് എന്താണ്? 3 ആണ്. 3യുടെ സ്ക്വയർ 9. ആ 9 രണ്ട് സൈഡിലും നമ്മൾ ആഡ് ചെയ്യണം. LHSലും ആഡ് ചെയ്യണം, RHSലും ആഡ് ചെയ്യണം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 720 പ്ലസ് 9. അതായത് എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതെന്ത് വരും? എക്സ് പ്ലസ് 3. നോക്കൂ, എക്സ് സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ഫോമാണിത്. അപ്പോൾ ആ ഫോമിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ 729 ആൻസർ വന്നു. അപ്പോൾ എക്സ് പ്ലസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 729. അപ്പോൾ എക്സ് പ്ലസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 27. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് കിട്ടി. അതായത് എക്സ് പ്ലസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് 27 ആണെങ്കിൽ നമുക്കിവിടെ നിന്ന് എന്ത് വരും? എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൽ നിന്നും 3 മൈനസ് ചെയ്താൽ നമുക്ക് 24 ആൻസർ കിട്ടി. ഇനി എക്സ് പ്ലസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 27 ആണെങ്കിലോ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 27 മൈനസ് 3. അപ്പോൾ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 30 ആൻസർ കിട്ടി. നമുക്ക് രണ്ട് വാല്യൂസാണ് നമുക്കിതിൽ കിട്ടിയത് അല്ലേ? രണ്ട് വാല്യൂസ് കിട്ടി.
ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ എന്ന് മനസ്സിലായി. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 5, 7, 9 എക്സെട്ര മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് 140. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കൂ. അരിത്തമെറ്റിക് സീക്വൻസിലെ ക്വസ്റ്റ്യൻ ആണ്. 5, 7, 9 എക്സെട്ര സം നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 140 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. AP എന്ന് പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ആ പവർ ഇവിടെ വരികയാണ്. സെക്കൻഡ് ഡിഗ്രി പവർ വരുന്ന കാരണം ഈ ചാപ്റ്ററിലും ഇതിൽ ഇമ്പോർട്ടൻസ് വരികയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്? അതായത് സമ്മാണ് 40. അപ്പോൾ SN ദാറ്റ് ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. ഫോർമുല SN എന്ന് പറയുന്നത് 140 ആണ് തന്നിട്ടുണ്ട്. n/2 ഇൻറ്റു 2a, a എന്ന് പറഞ്ഞാൽ അവിടെ 5 ആണ്. n-1 d എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. അപ്പോൾ ഞാൻ ഡിഫറൻസ് 2 എന്ന് കൊടുത്തു. 140 ദാറ്റ് ഈസ് ഈക്വൽ ടു n/2. ഇനി ഇതിൽ 2 ഉണ്ട്, ഇതിൽ 2 ഉണ്ട്. ഈ രണ്ടിൽ നിന്നും 2 ഞാൻ ഔട്ട് സൈഡിലേക്ക് കൊണ്ടുവരിക ഇൻറ്റു 2. അപ്പോൾ ഇവിടെ നിന്ന് എന്താ വന്നേ? ഇത് 5 പ്ലസ് n-1. ഈ 2ഉം 2ഉം കട്ട് ചെയ്ത് പോയി. അപ്പോൾ 140 ദാറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു ഇവിടെ നിന്ന് എന്ത് വന്നു? 4 പ്ലസ് n. ഇനി എന്നിനെ ഉള്ളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ 4n ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ n² ദാറ്റ് ഈസ് ഈക്വൽ ടു 140. അതായത് n² പ്ലസ് 4n ദാറ്റ് ഈസ് ഈക്വൽ ടു 140. ഇവിടെ 4n ആണ്. ഈ 4ൻ്റെ ഹാഫ് ദാറ്റ് മീൻസ് 2. 2ൻ്റെ സ്ക്വയർ 4. ഈ 4 ഇവിടെയും ആഡ് ചെയ്യണം, ഇവിടെയും ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് എന്ത് വന്നു? n+2 ഹോൾ സ്ക്വയർ. ഈ ഹാഫാണ് എപ്പോഴും ഇവിടുത്തെ നമ്പറായിട്ട് നമുക്ക് വരുന്നത്, ബി എന്ന് പറയുന്ന സെക്കൻഡ് ടേം ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ n+2 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 144. സ്ക്വയർ കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? n+2 ദാറ്റ് ഈസ് ഈക്വൽ ടു √144. അതായത് n+2 ദാറ്റ് ഈസ് ഈക്വൽ ടു +or-12. ഈ രണ്ട് വാല്യൂസ് കിട്ടും. ഏതൊക്കെയാണ് രണ്ട് വാല്യൂസ്? അതായത് n+2 ദാറ്റ് ഈസ് ഈക്വൽ ടു 12, n+2 ദാറ്റ് ഈസ് ഈക്വൽ ടു -12. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? n ദാറ്റ് ഈസ് ഈക്വൽ ടു 12 - 2 n ഈക്വൽ ടു 10. ഇവിടുന്ന് എന്താ വരുന്നത്? n ദാറ്റ് ഈസ് ഈക്വൽ ടു -12 - 2 ദാറ്റ് മീൻസ് n ഈക്വൽ ടു -14. അപ്പോൾ n ഈക്വൽ ടു 10ഉം n ഈക്വൽ ടു -14ഉം. അപ്പോൾ നമ്മൾ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ചെയ്യുമ്പോൾ എപ്പോഴും a+b ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ a-b ഹോൾ സ്ക്വയർ എന്ന സ്റ്റാൻഡേർഡ് ഫോമിലേക്കാണ് നമ്മളിതിനെ കൺവേർട്ട് ചെയ്യുന്നത്. ഈ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് രണ്ട് റൂട്ട്സ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. 16 added to the sum of the first few terms of the arithmetic sequence 9, 11, 13 etc. gives 256. How many terms were added? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 9, 11, 13 എക്സെട്ര എന്ന് പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ കുറച്ച് ടേംസിൻ്റെ സമ്മിൻ്റെ കൂടെ 16ഉം കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 256 ആണ്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ടേംസിൻ്റെ കൂടെയാണ് നമുക്ക് ആഡ് ചെയ്ത് 256 കിട്ടിയത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സം കണ്ടുപിടിക്കാനുള്ള ഫോമുല SN ദാറ്റ് ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. അതായത് നമുക്ക് എന്ത് ചെയ്യുന്നു? SN എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 256 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2 ഇൻറ്റു 90 പ്ലസ് n-1 ഇൻറ്റു d. d എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്മിലുള്ള കോമൺ ഡിഫറൻസും 2 ആണ്. പ്ലസ് 16 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ കൂടെ 16 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 256 കിട്ടുന്നത്. അപ്പം ഞാൻ ഇതിനെ ഇവിടേക്ക് കൊണ്ടുവന്നാൽ 256 - 16 ദാറ്റ് ഈസ് ഈക്വൽ ടു n/2. ഇവിടുന്ന് 2 കോമൺ ആയിട്ട് ഔട്ട് സൈഡിലേക്ക് എടുത്തു. അപ്പോൾ എനിക്ക് എന്ത് വന്നു? 9 പ്ലസ് n-1 വന്നു. ഇവനും കട്ട് ചെയ്തു. ഇതെന്താ വന്നേ? 240 ദാറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു 9ൽ നിന്ന് 1 പോയാൽ നമുക്ക് എന്ത് വന്നു? 8 പ്ലസ് n. ഇനി ഉള്ളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ 8n പ്ലസ് n²
ദാറ്റ് ഈസ് ഈക്വൽ ടു 240. അപ്പോൾ n സ്ക്വയർ 8n, സെക്കൻഡ് ടേം ആയിട്ടുള്ള 8n. ഈ 8nലെ എന്നിൻ്റെ കോയഫിഷ്യൻറ്റ് 8 ആണ്. ഈ 8ൻ്റെ ഹാഫ് എടുക്കുക, ദാറ്റ് മീൻസ് 4. 4ൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുക, ഇവിടെയും LHSലും RHSലും ഒരുപോലെ ആഡ് ചെയ്യുക. ദാറ്റ് മീൻസ് 4ൻ്റെ സ്ക്വയർ 16. ഞാൻ ഇവിടെയും ആഡ് ചെയ്തു, ഇവിടെയും 240 + 16 ആഡ് ചെയ്തു. ദാറ്റ് മീൻസ് n + 4. അപ്പോൾ ഇതിൻ്റെ ഹാഫ് 4 ആണ്. അപ്പോൾ n + 4ൻ്റെ സ്ക്വയർ ഇവിടെ കൊടുത്തു 256 വന്നു. അതായത് n + 4 √256. അപ്പോൾ n + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു ±16. അതായത് n + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു +16ഉം n + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു -16. ഇപ്പോൾ രണ്ട് വാല്യൂസ് നമുക്ക് അവിടെ കിട്ടി. അതായത് n = 16 - 4. അപ്പോൾ n = എത്ര വന്നു? 12 വന്നു ഒരു വാല്യൂ. ഇനി ഇവിടെയോ n ദാറ്റ് ഈസ് ഈക്വൽ ടു -16 - 4. അതായത് n = -20. ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടി. പക്ഷേ ഇതിൽ പ്രോപ്പർ വാല്യൂ ഏതാണ്? n എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ സീക്വൻസിലെ എത്രാമത്തെയോ എണ്ണം അല്ലേ, എണ്ണമാണ് സൂചിപ്പിക്കുന്നത്. ആ എണ്ണത്തെ നമ്പറിനെ സൂചിപ്പിക്കുമ്പോൾ എപ്പോഴും ഇവിടെ പോസിറ്റീവ് വാല്യൂ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ n = ഏതാണ് കറക്റ്റ്? n = 12 എന്നുള്ളതാണ് കറക്റ്റ് വാല്യൂ. പക്ഷേ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ 2 വാല്യൂസ് ആണ് നമ്മൾ ഫൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ഹാസ് ടു ബി മെയ്ഡ് ലൈക്ക് ദിസ്. The height should be 2 meters less than the base and the area of the triangle should be 12 square meters. What should be the length of its sides? നമ്മളോട് പറഞ്ഞേക്കാണ് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ, ഇതിൻ്റെ ബേസ് x ആണെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ x - 2 ആണ്. ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 12 മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് ഇൻറ്റു നമുക്കറിയാം ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റാണ്. ബേസ് എക്സും ഹൈറ്റ് എന്താണ്? x - 2 ആണ്. ഓക്കെ, ഏരിയ എത്ര തന്നിരിക്കുന്നത്? 12. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 x ഇൻറ്റു x - 2. ഈ 2വിനെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നാൽ 24 ദാറ്റ് ഈസ് ഈക്വൽ ടു x² - 2x. ഓക്കെ, ഇനി നമുക്കത് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ചെയ്യാം അല്ലേ. x² - 2x ദാറ്റ് ഈസ് ഈക്വൽ ടു 24. അതായത് x² - 2x ഈ ടേമിൻ്റെ കോയഫിഷ്യൻ്റ് കണ്ടോ, ഈ ടേമിൻ്റെ കോയഫിഷ്യൻ്റ് -2 ആണ്. -2വിൻ്റെ ഹാഫ് ദാറ്റ് മീൻസ് 1 ആണ്. -1 അതിൻ്റെ സ്ക്വയർ 1 ആണ്. ആ 1 LHSലും RHSലും ഒരുപോലെ ആഡ് ചെയ്യണം. അപ്പോൾ x - 1 ഇതിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ x - 1ൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 25 നമുക്ക് കിട്ടി. അതായത് x - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ±√25. അതായത് x - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? ±5 ±5. അപ്പോൾ രണ്ട് വാല്യൂസ് ഇവിടെ നിന്ന് കിട്ടുകയാണ്. അതായത് x - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു +5. അപ്പോൾ x ദാറ്റ് ഈസ് ഈക്വൽ ടു 6. ഇനി x - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു -5. x ദാറ്റ് ഈസ് ഈക്വൽ ടു -5 + 1. അപ്പോൾ x ദാറ്റ് ഈസ് ഈക്വൽ ടു -4. അതായത് ഈ ബേസിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ x ആണെങ്കിൽ x എന്ന് പറയുന്നത് -4 വരില്ല നമുക്കറിയാം. അപ്പോൾ x എത്രയാണ് വരുന്നത്? 6 ആണ് ഇത് വരുന്നത്. ഇത് 6 ആണെങ്കിൽ ഇത് 6. അപ്പോൾ ഇത് 6ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്താൽ 4 ഹൈറ്റ്. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് 2 വാല്യൂസ് ഉണ്ടെന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ്. രണ്ട് വാല്യൂസ് എങ്ങനെ പോയാലും കിട്ടും. ആക്യുറേറ്റ് ഉള്ള വാല്യൂ ഒരു പക്ഷേ ഒരു വാല്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, എ 2.6 meters long rod leans against a wall. Its foot 1 meter from the wall. When the foot is moved a little away from the wall, its upper end slides the same length down. How much further is the foot moved? എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഒരു വോൾ, ആ വോളിൽ 2.6 മീറ്റർ ആയിട്ട് ഒരു കമ്പ് ചാരി വച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി ഇവിടുന്ന് ഇവിടം വരെ ഈ കമ്പിൻ്റെ നീളം, അതായത് ഈ വോളിൽ നിന്ന് ഇവിടേക്കുള്ള ഈ ലെങ്ത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 മീറ്റർ ആണ്.
അപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. കമ്പ് ഇങ്ങനെ വോള് നിൽക്കുകയാണ്, ഇതിൽ ഇങ്ങനെ ചാരി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെന്താണ്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളായി മാറി. അപ്പോൾ നമുക്ക് ഈ ലെങ്ത് ഫൈൻഡ് ചെയ്യാൻ ഒരു വിഷമമില്ല. ഇത് എ ബി സി ആണെങ്കിൽ എ ബി നമുക്ക് ഫൈൻഡ് ചെയ്യാം. അതായത് എ ബി സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു എ സി സ്ക്വയറിൽ നിന്ന് മൈനസ് എന്ത് ചെയ്താൽ മതി, ബി സി സ്ക്വയർ സബ്ട്രാക്ട് ചെയ്താൽ മതി. ദാറ്റ് മീൻസ് 2.6 മൈനസ് 1 സ്ക്വയർ. ദാറ്റ് മീൻസ് എ ബി ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 676 മൈനസ് 1. ദാറ്റ് മീൻസ് ഡെസിമലുള്ള കാരണം നമുക്ക് എന്ത് വന്നു, 6.76ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് വന്നു, 5.76 വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു 2.4 വന്നു. ഓക്കെ, അപ്പോൾ ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 2.4 കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ഈ റോഡ് ഒരല്പം താഴേക്ക് സ്ലൈഡ് ചെയ്യാണ്, താഴേക്ക് നീക്കി ഇങ്ങനെ വെച്ചു. അപ്പോൾ ഇത്രയ്ക്ക് ലെങ്ത് ഇത് സ്ലൈഡ് ചെയ്ത് സ്ലിപ്പ് ചെയ്ത് ഇങ്ങനെ താഴോട്ട് പോയി. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത്തും സ്ലിപ്പ് ചെയ്ത് ഈ ലെങ്ത്തും സെയിം ആണെന്നാണ് അവർ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് ഈ ലെങ്ത്താണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമുക്കറിയാം ഈ ഫുൾ ലെങ്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ x+1 ആണ്. അപ്പോൾ x+1ൻ്റെ സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ, ഇനി ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ, ഇവിടെ നിന്ന് ഇവിടെ വരെ ഫുൾ ലെങ്ത് 2.4 ആണ്. 2.4ൽ നിന്നും എക്സിനെ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 2.4 മൈനസ് എക്സിൻ്റെ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു 2.6ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്യാണ്. എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് 2x പ്ലസ് ഇവിടെ നിന്ന് 5.76 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 4.8x ദാറ്റ് ഇസ് ഈക്വൽ ടു 2.6ൻ്റെ സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 2x സ്ക്വയർ. ഇനി 2xും ഇതും കൂടി ആഡ് ചെയ്താൽ മൈനസ് 2.8x. അതായത് ഇവിടുത്തെ 4.8xും ഇവിടെ നിന്ന് എന്താണ് വന്നത്, 2xും. അപ്പോൾ നമുക്ക് സബ്ട്രാക്ട് ചെയ്താൽ 2.8x. ഇനി നോക്കൂ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ പ്ലസ് 6.76 ദാറ്റ് ഇസ് ഈക്വൽ ടു അത് തന്നെയാണ് 6.76. അപ്പോൾ ഇതും കൂടി കട്ട് ചെയ്ത് പോയി. 2x സ്ക്വയർ മൈനസ് 2.8x ദാറ്റ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിനെ ഔട്ട് സൈഡിൽ എടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 1.4x ദാറ്റ് ഇസ് ഈക്വൽ ടു 0. 2 ഔട്ട് സൈഡിലേക്ക് എടുത്തു. ഇതിൽ നിന്ന് 2 ഔട്ട് സൈഡിലേക്ക് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് 0 ആക്കി. ഇനി എക്സ് സ്ക്വയർ ദറ്റ് മൈനസ് 1.4x ദാറ്റ് ഇസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് ഇതിനെ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ചെയ്യാം. ഇവിടെ 0 ആണ്, 1.4x ആണ്. ഇതിനെ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഹാഫ്, അതായത് 1.4ൻ്റെ ഹാഫ് എടുത്താൽ 0.7. 0.7ൻ്റെ സ്ക്വയർ LHSലും RHSലും ആഡ് ചെയ്യണം. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 1.4x പ്ലസ് 49. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.49 ദാറ്റ് ഇസ് ഈക്വൽ ടു 0.49 ആഡ് ചെയ്തു. അതായത് എക്സ് മൈനസ് 0.7 ഹോൾ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ നിന്ന് എന്താ കിട്ടിയത്, 0.49. അപ്പോൾ എക്സ് മൈനസ് 0.7 ദാറ്റ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 0.7 കിട്ടി. ഓക്കെ, ദാറ്റ് മീൻസ് നമുക്ക് ഇവിടെ നിന്ന് എന്താ കിട്ടിയിരുന്ന വാല്യൂ, എക്സ് മൈനസ് 0.7 ദാറ്റ് ഇസ് ഈക്വൽ ടു 0.7. അതായത് എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു 0.7 പ്ലസ് 0.7 പ്ലസ് 0.7 ദാറ്റ് ഇസ് ഈക്വൽ ടു 1.4 ഒരു വാല്യൂ കിട്ടി. അടുത്ത വാല്യൂ അതായത് 0.7 മൈനസ് 0.7 വരും. അതായത് നമുക്ക് 0 എന്ന് പറയുന്ന വാല്യൂ ആണ് അടുത്തത് കിട്ടുക. ഇനി നെക്സ്റ്റ് വാല്യൂ എക്സ് മൈനസ് 0.7 ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് 0.7 പ്ലസ് ഓർ മൈനസിൽ മൈനസ് 0.7. അതായത് എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് 0.7 പ്ലസ് 0.7 ദാറ്റ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ചെയ്ത് നമുക്ക് വാല്യൂസ് 2 വാല്യൂസ് കിട്ടി. ഒന്ന് 1.4ഉം ഒന്ന് 0യും. ഓക്കെ, അപ്പോൾ ഇത്തരം ഇക്വേഷൻസ് ഇവിടെ വരെ വന്നാൽ ഇതിൻ്റെ ഉള്ളിൽ ഇത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഇവിടെ ഈ 0 ആയാൽ ഈ ടേം 0 ആണെങ്കിൽ ഇത് ചെയ്യാൻ നമുക്ക് എളുപ്പമാർഗമുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത്, അതായത് എക്സ് സ്ക്വയർ മൈനസ് 1.4x എക്സ് സ്ക്വയർ മൈനസ് 1.4x ദാറ്റ് ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ഇനി ഇതിൽ നിന്നും കോമൺ ആയിട്ട് എക്സിനെ ഔട്ട് സൈഡിൽ കൊണ്ടുവരിക. എക്സിനെ ഔട്ട് സൈഡിൽ കൊണ്ടുവന്നാൽ എക്സ് മൈനസ് 1.4 ദാറ്റ് ഇസ് ഈക്വൽ ടു 0.
അപ്പോൾ ഇവിടുന്ന് 2 വാല്യൂസ് കിട്ടും. ഫസ്റ്റ് വാല്യൂ ഏതാണ്? എക്സ് ഈക്വൾ ടു 0. നെക്സ്റ്റ് വാല്യൂ ഏതാണ്? എക്സ് ഈക്വൾ ടു 1.4. 2 വാല്യൂ. നമ്മൾ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ചെയ്തപ്പോൾ നമുക്ക് 2 വാല്യൂസ് തന്നെ കിട്ടി. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആ രീതിയിൽ ചെയ്താൽ മതി. ഇതിപ്പോൾ ഈ പ്രാക്ടീസ് പ്രോബ്ലം എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? അതായത് കംപ്ലീറ്റിംഗ് ദ സ്ക്വയറിനെ ബേസ് ചെയ്തിട്ടുള്ളതായ കാരണം അത് ആ ഫുൾ സ്റ്റെപ്പ് എടുത്ത് ചെയ്തു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ.